അപ്പൊ മല്ലു ഫാമിലിയിലെ സുജിൻ എന്നെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 18 മിനിറ്റോളം ഇവന് നോൺ സ്റ്റോപ്പ് തന്തയ്ക്ക് വിളിയാണ്. എന്താണ് ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കാനുള്ള കാരണം? ഈ പറയുന്ന മല്ലു ഫാമിലിയിലെ സുജിൻ പുതിയൊരു പരിപാടിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു തരം ലോട്ടറി സെറ്റപ്പ്. അതായത് 99 രൂപ ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഒരാൾക്ക് ഐഫോൺ സമ്മാനമായിട്ട് കൊടുക്കും. 4 മാസം മുമ്പേ കുഞ്ഞാമ്പാണ്ടിക്കാട് കാണിച്ച സംഭവം തന്നെ. അവിടെ വീടാണെങ്കിൽ ഇവിടെ ഐഫോൺ, അത്രേ വ്യത്യാസമുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്, അല്ലേ? ഈ ലോട്ടറി പോലുള്ള ഇത്തരം സെറ്റപ്പുകൾ നടത്താൻ ഒരു പ്രൈവറ്റ് കമ്പനികൾക്കും അവകാശമില്ല, ഗവൺമെന്റിന് മാത്രമേ അവിടെ അവകാശമുള്ളൂ. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ദിവസം മുന്നേ നമ്മൾ ഇവനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇവന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോയും കൂടി നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണ വീഡിയോ ഇവരെ നല്ലോണം കൊണ്ടുവന്ന് തോന്നുന്നു. അതിനുശേഷം മല്ലു ഫാമിലിയിലെ സുജിന് ഒരു വരവ് വരുന്നുണ്ട് മക്കളെ. പിന്നെ കാറിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് തെറിവിടിയോട് തെറിവിടി. മെയിനായിട്ട് തന്തയ്ക്ക് വിളിയാണ്. ഇവന് കുറെ കാലമായിട്ട് എന്നോട് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം ഇവന് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് ഉടായ്പ കാണിച്ചാലും നമ്മളിപ്പുറം വന്ന് പൊളിച്ചെടുക്കാറുണ്ടല്ലോ. ഇതിനെ കൽപ്പും ഫ്രസ്ട്രേഷനും ഇവനിപ്പോ കുറച്ച് കാലമായിട്ട് നല്ലോണം എന്നോട് ഉണ്ട്. അത് ഛർദ്ദിക്കാൻ ഇവനിപ്പോ ഒരു അവസരം കിട്ടിയപ്പോ ഇവന് ഫുൾ ഛർദ്ദിയാണ് മക്കളെ. എന്തായാലും ഇവനെ ഛർദ്ദിക്കൽ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. മോനെ അന്റെ അടുത്തേക്ക് പറയാനുള്ള എന്തറിയോ, അനക്ക് ഒരു വാപ്പയാണെന്നുണ്ടെങ്കിൽ ഞാനോട് പറയാണ്, ഈ ഒരു ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച് വളർന്നിട്ടുള്ള ആണാണെങ്കിൽ ഇന്നെ വന്ന് കാണ്. ഓക്കെ, ഇന്നെ വിളിക്കും. ശരി, ഞാൻ എന്തിനു നിന്നെ വന്ന് കാണണം സുജിനെ? അങ്ങനെ നേരിട്ട് വന്ന് കാണാൻ മാത്രം നമ്മൾ തമ്മിൽ വല്ല കുടുംബ പ്രശ്നം ഉണ്ടോ? അല്ലെങ്കിൽ നിന്നെ പെങ്ങള് കയറി ഞാൻ പ്രേമിച്ചോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇത് നമ്മൾ തമ്മിൽ യൂട്യൂബിലുള്ള പ്രശ്നമല്ലേ? നീ ഓരോരോ ഉടായ്പകൾ വന്ന് കാണിക്കും, ഞാൻ ഇപ്പുറത്ത് വന്നത് പൊളിച്ചടിക്കൊണ്ടേയിരിക്കും. അതിന് ഫ്രസ്ട്രേഷൻ അല്ലേ? അത് യൂട്യൂബിൽ തന്നെ അങ്ങ് തീർത്താൽ മതി. നേരിട്ട് വന്ന് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്റെ പുത്രത്വം തെളിയിക്കാൻ നിന്റെ മുന്നിലേക്ക് വരാൻ നീ വല്ല DNA ടെസ്റ്റ് ലാബ് ഒന്നും നടത്തുന്നില്ലല്ലോ. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ നീ അറിയിക്ക്, ഞാൻ നിന്റെ മുന്നിലേക്ക് വരാം. നിന്റെ ലാബിന് മുന്നിൽ ഒരു ബോർഡും വെച്ച് കൊടുത്തോ, ആളുകളുടെ പുത്രത്വം തെളിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. നല്ല രസമായിരിക്കും കാണാൻ. ഇതൊരുമാതിരി ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടാന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന് കാണിക്കുന്ന ഉടായ്പകൾക്കെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇവന് തിരിച്ചു പറയാനൊന്നുമില്ല. അപ്പൊ അവൻ കണ്ട വഴിയാണ് നേരെ തന്തയ്ക്ക് വിളിക്കുക. എന്നിട്ട് ഞാൻ പ്രൊവോക്കഡ് ആയിട്ട് ഇവന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് ഇവനെ എന്നെ ചീത്ത വിളിക്കണം. എന്നിട്ട് ആ ചീത്ത വിളിക്കുന്ന വീഡിയോ ഇവന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് എന്റെ വാടിപ്പിക്കണം. അതിനുള്ള പരിപാടിയാണ് ആശാന്റെ. നിന്റെ ഐഡിയ കൊള്ളാൻ മോനെ. എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ. ഓക്കെ, ഇന്നെ വിളിക്കുക. ഞാൻ അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ 2 നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്തു. ഞാൻ നിന്റെ നമ്പർ ഒന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല സുജിനെ. അങ്ങനത്തെ ഗതികളൊന്നും എനിക്കില്ല. പിന്നെ നീ വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ട്രൂ കോളർ നോക്കിയ സമയത്ത് വിളിക്കുന്നത് നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. നിന്റെ സ്വഭാവം വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നുള്ള എനിക്ക് നല്ലോണം അറിയാം. നീ ഫോൺ വിളിച്ച് ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാണെങ്കിൽ നീ എന്റെ തന്തക്കും തള്ളക്കും വിളിച്ച് തെറി പറയും. എന്നിട്ട് അത് നീ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്നെ നാട്ടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നീ വിളിക്കുന്നതെന്നുള്ള എനിക്ക് നല്ലോണം ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. അത്രേ ഉള്ളൂ. നിനക്ക് സോഷ്യൽ മീഡിയയിൽ പറയാനുള്ളത് നീ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തീർത്തു. എന്തിനാണ് നേരിട്ട് ഫോൺ വിളിച്ചും തെറി വിളിച്ചും തന്തക്ക് വിളിച്ചും തീർക്കുന്നത് സുജിനെ? നിന്റെ സംസ്കാരം അതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഫോണൊന്നും എടുത്തില്ല. ഇത്രയും കാലം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എത്രയോ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, എത്രയോ ഫോണുകൾ ഞാൻ ആൾക്കാർക്ക് വെറുതെ കൊടുത്തിട്ടുണ്ട്. ഒരാളെ കയ്യിൽ നിന്ന് 1 റുപ്യ പോലും കൂടി വാങ്ങാതെ ഞാൻ ഇഷ്ടം പോലെ ഫോൺ ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയോ പൈസ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ഞാനത് ചെയ്യണില്ല എന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇഷ്ടം പോലെ പൈസ ആൾക്കാർക്ക് കൊടുക്കുന്നതിന്റെ വീഡിയോസുകളുണ്ട്. വീഡിയോ എടുക്കാണ്ട് തന്നെ ഞാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അത് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയുള്ളൂ. സ്റ്റോറിയും കാര്യങ്ങളും എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. ഈ മൈരൻ ഈ നെഗറ്റീവുകൾ കണ്ട മാത്രം ഏത് എണീച്ചിട്ടാണ് വരുന്നത്? ശരി, ലോകത്തുള്ള എല്ലാ മനുഷ്യരും എണീച്ചിട്ട് തന്നെയാണ് സുജിനെ വരുന്നത്. ഈ മാത്രം വേറെ സ്ഥലത്തു നിന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ല, നിന്റെ ഫ്രസ്ട്രേഷൻ കണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ നെഗറ്റീവ് കണ്ടാൽ മാത്രമേ പ്രതികരിക്കൂ എന്നുള്ള നിന്റെ ആരോപണത്തിലുള്ള മറുപടി. ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും പ്രതികരിക്കാറുണ്ട് സുജിനെ. ഞാൻ റീസെന്റ് ചെയ്ത ചില വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. ഇന്നലെ ഞാൻ രാവിലെ ചെയ്ത വീഡിയോ ബിൻസിയുടെയും അപ്പാനിയുടെയും വീഡിയോ, അത് ഞാൻ പോസിറ്റീവായി ചെയ്തൊരു കണ്ടന്റ് ആണ്. കാരണം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ബിൻസി എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ബിൻസിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതൊരു പോസിറ്റീവ് കണ്ടന്റ് ആണ്. അതുപോലെ ഞാൻ ഇന്നലെ വൈകുന്നേരം ചെയ്ത വീഡിയോ, ഈ ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ, അതൊരു പെൺകുട്ടിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു മോശം അനുഭവത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അത് പോസിറ്റീവ് വീഡിയോ ആണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ രേണു സുധി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതും വേണമെങ്കിൽ പകുതി പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന് മുമ്പ് ജസ്ന സലീം കാരണം ആണുങ്ങളുടെ ഒക്കെ കോൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടിക്കുന്നതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോ, അതും പകുതി വേണമെങ്കിൽ പോസിറ്റീവ് കണ്ടന്റ് ആണെന്ന് പറയാം. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ഹനാൻ ഷാക്ക് ഇപ്പൊ പബ്ലിക്കിൽ നല്ല നെഗറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മുടെ സിംഗർ ഹനാൻ ഷാ. അതിൽ ഞാൻ ഹനാൻഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ റീസെന്റ് 2 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഒട്ടുമിക്കവും പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി 2 വീഡിയോ വെച്ച് ഒരു മാസം 60 വീഡിയോസോളം അപ്ലോഡ് ചെയ്യും. അതിൽ 30-ലധികം വീഡിയോസും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആണ്. പിന്നെ ബാക്കി 30 എണ്ണം നെഗറ്റീവ് കണ്ടന്റുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും. ഒബ്വിയസ്ലി റിയാക്ഷൻ ആകുന്ന സമയത്ത് നമ്മൾ രണ്ടും മിക്സപ്പ് ചെയ്ത് ചെയ്യണമല്ലോ. എപ്പോഴും പോസിറ്റീവ് മാത്രം പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ആൾക്കാർ പറയും സൂചിപ്പിക്കുകയാണെന്ന്. ഈ നെഗറ്റീവ് മാത്രം അയക്കാനാണെങ്കിലോ ഇവന് കുറ്റം കണ്ടുപിടിക്കാനേ സമയമുള്ളൂ എന്ന് ആൾക്കാർ പറയും. അപ്പൊ നമുക്ക് രണ്ടും മിക്സപ്പ് ആയി ചെയ്യേണ്ടി വരും. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് എന്റെ വീഡിയോകൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാറുള്ളത് നെഗറ്റീവ് കണ്ടന്റുകൾക്കാണ്. അപ്പൊ പലരും പറയാറുണ്ട് എനിക്ക് അവിഹിതവും കുലിശിതവും മാത്രമേ ചർച്ച ചെയ്യാൻ സമയമുള്ളൂ എന്നുള്ളത്.
അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ കണ്ടന്റും ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതൽ റീച്ച് കിട്ടുന്നത് ഞാൻ അവീതവും കുളിച്ചിതവും റിയാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. കാരണം ആളുകൾക്ക് അതൊക്കെ കാണാനാണ് താല്പര്യം എന്ന് കരുതി ഞാൻ അത് മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ ടൈപ്പ് കണ്ടന്റും ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങളൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. ഇനി നീ ബാക്കി പറ സുജിനെ. ഞാൻ അവനെ വിളിക്കണം, എനിക്കിതിൽ ഞാൻ പറയട്ടെ, ആണാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കണോനെ, ഈ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അണ്ടിക്ക് ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ നായിന്റെ മോനെ ഇന്നെ വന്ന് കാണും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നായിന്റെ മോനല്ല. ലോകത്തൊരു നായും മനുഷ്യന്മാരെ പ്രസവിക്കാറില്ല. ഇനിയിപ്പോ നിന്റെ വീട്ടിലൊക്കെ നായ്ക്കള് മനുഷ്യന്മാരെ പ്രസവിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ല, നിന്റെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്റെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങനെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ എന്റെ അണ്ടീന്റെ ബലം അത് ഞാൻ തെളിയിക്കേണ്ടത് നിന്റെ മുന്നിൽ വന്നിട്ടല്ല, ഞാൻ കെട്ടിയ പെണ്ണിന്റെ മുന്നിൽ വന്നിട്ടാണ്. ഞാൻ അത് അവൾക്ക് വേണ്ട പോലെ തെളിയിച്ചു കൊടുത്തിട്ടുമുണ്ട്. അവൾ എന്റെ കൂടെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഹാപ്പിയാണ്. അതുകൊണ്ട് എന്റെ അണ്ടീനെ ബലം അളക്കാൻ നീ വരണ്ട കേട്ടോ. അവൻ അണ്ടീനെ ബലം അളക്കാൻ വന്നേക്കുവാണ്. എന്തായാലും നിന്റെ ലാംഗ്വേജ് കൊള്ളാം, വീട്ടിൽ നിന്നും പഠിപ്പിച്ചു വിട്ട സംസ്കാരമായിരിക്കും ഇത് അല്ലേ? എന്റെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്റെ വീട്ടിലെ സംസ്കാരവും ഇവന്റെ വീട്ടിലെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്റെ തന്തയും ഇവന്റെ തന്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. വീട്ടിൽ പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ മക്കളുടെ ലാംഗ്വേജിനും സ്വാധീനിക്കുമെന്നാണല്ലോ. എന്തായാലും നീ ബാക്കി പറ സുജിനെ. ഇന്നൊന്ന് കാണിനെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഈ എന്റെ വീട് എവിടെ എനിക്ക് അറിയില്ല, പെരിന്തൽമണ്ണ മഞ്ചേരിയോ എവിടെ എന്റെ ഏത് ഇതിലാണെന്നുണ്ടെങ്കിൽ ഇന്നെ വിളിക്ക്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാനൊക്കെ റിപ്ലൈ തരാം. നമ്പർ ഞാൻ സൗകര്യപൂർവ്വം അറിയിക്കാം. എന്തെങ്കിലും എനിക്ക് നിന്നെ വന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാൻ കേട്ടോ. മല്ലു ഫാമിലി സുജിൻ എന്നല്ലേ നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര്. മാറാണെങ്കിൽ അറിയിക്കണേ. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുമ്പോൾ അറിയണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നീ എന്തായാലും ബാക്കി പറ. നമ്പർ തരാം. അനക്കതൊരു കണ്ടന്റ് ആണ്, എനിക്ക് മെസ്സേജ് അയക്കണോ തൊട്ടിട്ട് ഈ വീഡിയോ എടുത്തോ, അപ്പൊ അനക്കൊരു കണ്ടന്റ് ആണ്. അച്ചോടാ മോനെ, അങ്ങനെ ഗതികെട്ട് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇവിടെ അല്ലെങ്കിലേ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാൻ അതൊക്കെ റിയാക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം. ഇനി എന്തെങ്കിലും നിന്നെ ഫോൺ വിളിച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. അതുവരെ നീ തൽക്കാലം അവിടെ കാത്തിരിക്കുക കേട്ടോ. എന്തായാലും നീ ബാക്കി പറ. ഓൻ നല്ലത് പറയണില്ല, ഇന്നല്ല ഓൻ വേറുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നല്ലത് പറയണില്ല? ഓൻ ആരാണ്? എന്റെ പൊന്നു സുജിനെ, ഞാൻ നല്ലത് പറയേണ്ടടുത്ത് നല്ലത് തന്നെ പറയുന്നുണ്ട്. നീ വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇനി നിന്നെ കുറിച്ച് ഞാൻ നല്ലത് പറയാത്തതാണ് നിന്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഇനി ആ കുഴപ്പം ഞാൻ തീർത്തുതരാം. നിന്നെ കുറിച്ച് ഞാൻ നല്ലത് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്റെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ചേച്ചി വന്നപ്പോൾ അവർ നിന്റെ വീട്ടുകാരോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നീ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്മിൽ ഞാൻ വായിച്ചുതരാം. മല്ലു ഫാമിലിയുടെ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വന്ന ചേച്ചി ചെയ്തത് കണ്ടോ? ഇതായിരുന്നു അതിന്റെ തമ്മിൽ. കുറിച്ച് ഞാൻ പോസിറ്റീവ് പറയുന്ന വീഡിയോ അല്ലേ നിനക്ക് വേണ്ടത്? ആ വീഡിയോ നീ ഇരുന്ന് കണ്ടോക്കൂ. നിന്നെ കുറിച്ചായാലും ഞാൻ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നല്ലത് പറയാൻ നീ നല്ലത് എന്തെങ്കിലും ചെയ്ത് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിന്നെ കുറിച്ച് നല്ലത് പറയും. ഇനി എന്ത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചാലും അതിനപ്പുറത്തേക്ക് നീ എന്തെങ്കിലും കൂടായ്പ കാണിച്ചു വെക്കും. അതുകൊണ്ടാണ് നിന്നെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പ്രതികരിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനുള്ള മറുപടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നീ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. യൂട്യൂബിലൂടെ ഉടായ്പ വീഡിയോസ് ഇട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കി. പിന്നീട് ഒരുപാട് ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ പറ്റിക്കാൻ നോക്കി. ബെറ്റിംഗ് ആപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറ്റം പറയണമെന്നില്ല, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്രൊമോഷൻ ചെയ്തു, ഓക്കെ, അതിന്റെ വീഡിയോ പേയ്മെന്റ് കിട്ടുന്നത് അത് ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ കുറ്റം പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ നീ ഉടായ്പ കാണിച്ചിട്ടുണ്ട്. സന്തോഷം. എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ. നേരിട്ടൊന്ന് കാണാം. അനക്ക് അത്രയും വലിയ അണ്ടിക്ക് ബലം ഉണ്ടെങ്കിൽ ഇന്നെ നേരിട്ടൊന്ന് കാണാം. ഇവന് ഈ അണ്ടിയും തന്തയ്ക്ക് വിളിയും വിട്ടൊരു കളിയില്ലല്ലോ. ഇവൻ ആരോ തന്തയിലും അണ്ടിക്കും കൈവശം കൊടുത്തെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തന്തയ്ക്ക് വിളിക്കലും അണ്ടിക്ക് ബലം ഉണ്ടോന്ന് ചോദിക്കലും മാത്രമാണ് ഇവനുള്ളൂ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്നിട്ട് ഈ പറഞ്ഞ വീഡിയോ അല്ലേ, ഇത് നമുക്ക് നേരിട്ട് മുഖത്തോട് മുഖത്തിന് സംസാരിക്കാം. ഞാൻ മാത്രമല്ല ഈ റിയാക്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ഇന്നലെ രാത്രി വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഇവർ അതിന്റെ ഇടയിൽ കൂടെ ആൾക്കാരെ വിളിച്ച് കൂട്ടാനും തുടങ്ങിയോ? അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇത്ര ആഴ്ചക്ക് ഒരു കാര്യം ചെയ്യും, ഒരു ഗുണ്ടാ സങ്കേതം അങ്ങ് തുടങ്ങിക്കോ. കാരണം ആൾക്കാരെ വിളിച്ച് കൂട്ടാനും തമ്മി തല്ലി തീർക്കാനും നീ ഫസ്റ്റ് ആണല്ലോ. നിന്റെ ആ സ്വഭാവം വെച്ചിട്ട് നിനക്കൊരു ഗുണ്ടാ സങ്കേതം ബെസ്റ്റ് ആണ്. വേണമെങ്കിൽ അതിന് മല്ലു ഫാമിലി ഗുണ്ടാ സങ്കേതം എന്നൊരു പേരും കൂടി ഇട്ടോ. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ? ഇവൻ ആൾക്കാരെ വിളിച്ച് കൂട്ടിയിരിക്കാണ് പോലും. എന്തിനാണ് എന്നെ തല്ലി തീർക്കാൻ? വല്ലാത്തൊരു മനുഷ്യന് ഇഷ്ടം. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ പെട്ടെന്ന് ഇതാക്കണ്ട. കാരണം എനിക്ക് ഇന്റേതായിട്ടുള്ള ബിസിനസ് കാര്യം ഞാൻ കുറെ സംഗതികളുണ്ട് ഗൈസ്. ഷോപ്പുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, വണ്ടി കച്ചവടം ഉണ്ട്. ഇപ്പൊ നിങ്ങളെ കാണിച്ചിരുന്ന ഞാനൊരു രണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ റിയൽ എസ്റ്റേറ്റ്. നമുക്കില്ലാത്ത പണിയില്ല ഗൈസ്. ഇപ്പൊ നിങ്ങളെ ആലോചിക്കുക, വെറും 9ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി 10ാം ക്ലാസ് പുറത്ത് എഴുതിയെടുത്ത് ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഇല്ലേ? ഇത്രയൊക്കെ ആയിട്ടും സ്വയം പൊക്കലിന് ഒരു കുറവില്ലല്ലേ? ഇങ്ങനെ നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല സുജിനെ. ഞാൻ ഹെവി റിച്ച് ആണ് ഗൈസ് എന്നൊരു ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു തീർത്താൽ പോരെ. എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത്? എനിക്ക് അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്, എനിക്ക് നിന്ന് തീരാൻ സമയമില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നീ നിന്റെ ബിസിനസ്സും കാര്യങ്ങളും നോക്കി പോവാണെങ്കിൽ നല്ലത്, വളരെ നല്ല കാര്യം. അതിന് നമ്മൾ 100% സപ്പോർട്ടാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നീ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോരോ ഉടായ്പകൾ കാണിക്കുമ്പോഴാണ് പ്രശ്നം. ഇടയ്ക്ക് വന്ന് ഉടായ്പ ഓരോ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക, അത്
അതുപോലെ തന്നെ ലോട്ടറി പോലുള്ള ഓരോരോ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല. നമ്മൾ പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. നീ മര്യാദക്കാണെങ്കിൽ നമ്മൾ മര്യാദക്കാണ്. നീ ഉടായ്പ കാണിച്ചോ, നമ്മൾ പ്രതികരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട സുജിനെ. നീ ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അതോ നേരിട്ട് വന്നിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാക്കാം. ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാം. ഓൻ വരുന്നത് തന്നെ ഓൻ സംസാരിക്കണമൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. ഓന്റെ കഴപ്പ് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതാണ് ഇവന്റെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇവനെതിരെ ഞാൻ പ്രതികരിക്കുന്നതിന് ഇവന് തിരിച്ചൊന്നും പറയാൻ മറുപടി ഇല്ല. അപ്പൊ ഇവനെ കണ്ട വഴിയാണ്. നീ നേരിട്ട് വാടാ, നമുക്ക് തല്ലി തീർക്കാം. ഇതിനു വേണ്ടിയുള്ള പുറപ്പാടാണ് ആശാൻ. അങ്ങനെയെങ്കിലും ഇവൻ എന്റെ മുന്നിൽ ഒന്ന് വിജയിച്ച് കാണണം. അതിനുള്ള തത്രപ്പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കാട്ടുന്ന പരിപാടി. എന്തായാലും കൊള്ളാൻ സുജിനെ നിന്റെ ഐഡിയ. തന്തയ്ക്ക് വിളിച്ച് പ്രൊവോക്ക് ചെയ്തിട്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് വരണം, എന്നിട്ട് ഞാൻ നിനക്ക് എന്നെ തല്ലി തോൽപ്പിക്കണം. എന്താ ഐഡിയ അല്ലേ? നീ ബാക്കി പറ. ഇതിന്റെ ഇടയിൽ വേറെ കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോ എന്തായാലും നമ്മൾ അബ്ദുൽ ചെക്കല്ലേ, മറ്റേ മൂക്കനായിട്ടുള്ള ഓനെന്താ ബോഡി ഷേമിങ്, സോറി ഗൈസ്. അപ്പോ ഓന്റെ ചാനൽ ഫുൾ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓന്റെ അടുത്ത് ഞാൻ മുന്നെ പറ്റി വീഡിയോ ഇടരുന്ന പാട്ടുണ്ടായിരുന്നു. ഒന്നലെ മിഞ്ഞാൻ തോന്നുന്നു ഞാൻ ഈ എന്റെ ട്രോളിന് അടിച്ചപ്പോൾ ഞാൻ ഈ കൈസിന്റെ വീഡിയോ കണ്ടത്. അപ്പൊ അതിൽ ഈ അതുലും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പറ്റി വീഡിയോ ഇടാൻ. ആരെ കുറിച്ചാണ് പറഞ്ഞെന്ന് മനസ്സിലായല്ലോ? അതിൽ ബ്ലോഗ്സിനെ കുറിച്ചാണ്. ഭീഷണിയാണ് ആശാന്റെ മെയിൻ. ഇപ്പൊ തന്നെ ഇവന്റെ ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇവനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ ഇവന് ഭീഷണിയാണ്. എനിക്കെതിരെ വീഡിയോ ഇടരുത്, വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ തന്തയ്ക്ക് വിളിക്കും, നേരിട്ട് വന്ന് തല്ലാൻ പറയും. ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? എന്നെ കുറിച്ച് വീഡിയോ ഇടരുത് എന്ന് ഇവൻ അതിനോട് താക്കീത് നൽകി പോലും. അതായത് ഇവൻ എന്ത് ഉടായ്പും കാണിക്കാം, പക്ഷെ ഇവനെതിരെ പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചാൽ ഇതുപോലെ ഭീഷണിയാണ്, അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിയാണ്. ഇത് ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. 18 മിനിറ്റോളം നോൺ സ്റ്റോപ്പ് തന്തയ്ക്ക് വിളിയാണ്. ഞാൻ അതെല്ലാം കൂടി കാണിക്കുന്നില്ല. എന്തായാലും ഇത്രയും തന്തയ്ക്ക് വിളിച്ച് എന്നെ പ്രൊവോക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു വീരേന്ദ്ര സേവാഗ് ഫാനാണ്. ചെറുപ്പം തൊട്ടേ വീരേന്ദ്ര സേവാഗിനെ മനസ്സിലിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നിന്നാണെങ്കിൽ ഞാൻ ഇരട്ടിയായിട്ട് അതിനെ വാശി കാണിച്ചുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും എന്നെ ഇത്രയൊക്കെ തന്തയ്ക്ക് വിളിച്ച സ്ഥിതിക്ക് ഇനി നീ എന്ത് ഉടായ്പ കാണിച്ചാലും അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ മുമ്പന്തിയിൽ ഉണ്ടാകും. അതിന് നീ എന്റെ വാശിയായിട്ട് തന്നെ കണക്കൂട്ടിക്കോ. ഇനി ഇതിനെ വീണ്ടും തെറി വിളിച്ച് രംഗത്ത് വരാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതിന് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇങ്ങോട്ട് തെറി വിളിച്ച ആൾക്കാരെ അങ്ങോട്ട് തെറി വിളിച്ചുള്ള ശീലം എനിക്കില്ല. ഞാനത് ശീലിച്ചിട്ടില്ല. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നീ എന്തിനാണ് മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത്? നിനക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ എന്ന് പറയാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾക്കുള്ള എന്റെ പ്രതികരണം അറിയിക്കാനും എന്റെ നിലപാട് വ്യക്തമാക്കാനും എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ഈ ചാനൽ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ. അല്ലാതെ ഒരാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ മാത്രമേ കാണൂ എന്ന് വാശി പിടിക്കുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഫാമിലി വ്ലോഗ് കണ്ടിട്ട് മാത്രം കണ്ടാൽ മതി. ന്യൂസ് ചാനൽ പോലും കാണരുത് കേട്ടോ. ന്യൂസ് ചാനലൊക്കെ മറ്റുള്ളവരുടെ അവിധവും കൊലപാതകമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ അതുപോലും കാണാൻ പാടില്ല. അല്ല, അങ്ങനെ പറയുന്നവരോട് എനിക്കിപ്പോൾ ഇങ്ങനെയല്ലാണ്ട് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ പറ്റുക? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.